എന്തെല്ലാം അഭ്യാസങ്ങളും മിമിക്രികളും കോമഡി ഷോകളുമൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടത്. ഒറ്റപ്പെട്ടതാണെങ്കിലും മനസ്സുകൊണ്ട് വെറുപ്പോടെ ഊറി ചിരിക്കാൻ, വെറുപ്പോടെ വേണം ചിരിക്കാൻ, അല്ലാതെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അത്തരം കാഴ്ചകൾ എന്നതാണ് എൻ്റെ നിലപാട്. ഒരു ഭരണഘടനാ വ്യവസ്ഥാപിതമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇലക്ഷന് മത്സരിച്ച് വിജയിച്ചെത്തിയ പ്രതിനിധികൾ ഇനി തങ്ങളുടെ വിജയത്തിന് അർത്ഥം നൽകേണ്ടത് ആ വിജയിപ്പിച്ചു വിട്ട ജനതയോട്, ആ മനുഷ്യരോട് നീതി പുലർത്തിയും അവരോട് നല്ല രീതിയിൽ പെരുമാറിയും അല്ലെങ്കിൽ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയുമൊക്കെയാണ്. അല്ലാതെ സംസ്കൃതത്തിൽ പറഞ്ഞതുകൊണ്ടോ ദേവനാഗരിക ലിപിയിൽ എഴുതിയതുകൊണ്ടോ ഉറുദുവിലോ അറബിയിലോ പറഞ്ഞതുകൊണ്ടോ ഗണഗീതം പാടിയതുകൊണ്ടോ ശബരിമല അയ്യപ്പനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യവും ഇല്ലെന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ഇവരെ വോട്ട് ചെയ്ത മനുഷ്യർ വിചാരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ കോമഡി ഷോയും നാടകവും അഭ്യാസങ്ങളും മാത്രമാണ്. നേർക്ക് നേരെ മനുഷ്യനായി ആ ഭരണഘടന നമ്മളോട് അനുശാസിക്കുന്ന ഏത് നിബന്ധനയാണോ ആ നിബന്ധന പാലിച്ച് വളരെ മര്യാദയോടെ തൻ്റെ പദവി ഏറ്റെടുക്കുകയും അത് നീതിപൂർവ്വം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗണഗീതം പാടിയപ്പോൾ ആർക്കും വലിയ വിമർശനമൊന്നും ഉണ്ടായില്ല. ഇതായിരുന്നു കാഴ്ച. കേട്ടല്ലേ ഇത് പാടിയത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, ഈ കാസർഗോഡ് എവിടെയോ അറബിൽ ആരോ പണിഞ്ഞു കൊടുത്ത ബസ് സ്റ്റാൻഡിൽ, ആരെങ്കിലും സ്പോൺസർ ചെയ്ത ബസ് സ്റ്റാൻഡായിരിക്കും, വല്ല അറബിയുടെ കാശോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാശായിരിക്കും, അവിടെ എന്തോ അറബിയിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് ഇത് കേരളത്തിലാണോ, കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് ഒരുപാട് ഒച്ച വെച്ചവർ ഇതൊന്നും കേട്ടതായി ഭാവിച്ചതേയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് പാടുന്നത് കൊണ്ട് ഹിന്ദുമതത്തിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമോ? അവന് നികുതി അളവ് കിട്ടുമോ? അവന് പ്രത്യേക വിലയ്ക്ക് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ കിട്ടുമോ? അവൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വല്ല ഫീസ് അളവും കിട്ടുമോ? അവൻ്റെ പ്രയാസങ്ങൾക്ക് വല്ലതും അറുതി വരുമോ? അപ്പോൾ അതും സാധ്യമല്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഇതുപോലെയുള്ള ഗണഗീതം പാടിയോ അല്ലെങ്കിൽ മറ്റു പല സംഗതികൾ ചെയ്തോ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പ്രതിജ്ഞ ചെയ്തോ ഒക്കെ ആവേശം കൊള്ളുമ്പോൾ ഇനി നാളെ ഇത് കണ്ട് ഞാൻ വിചാരിച്ച സാധാരണ ഈ ചില മുസ്ലിം ലീഗുകാർക്ക് ഈ വിജയം വന്നു കഴിയുമ്പോൾ ചില ഇളക്കം വരുന്നതാണ്, അങ്ങനെ വല്ലതും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ ഈ സത്യപ്രതിജ്ഞയിൽ വലിയ മര്യാദ കാണിച്ചു. പിന്നെ അങ്ങനെ വല്ലതും നടത്തുമ്പോൾ ഈ പറയുന്നത് പോലെ പഞ്ചായത്ത് ഓഫീസിൽ മൗലൂദോ അല്ലെങ്കിൽ യാസീൻ ഓതിയോ ഒക്കെ ചെയ്താൽ എന്തൊരു പുകിലാവും ഉണ്ടാവുക. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം വെറുതെ അഭ്യാസങ്ങൾ മാത്രമാണ്. മനുഷ്യൻ്റെ അയഥാർത്ഥമായ വൈകാരിക തലത്തെ വിദ്വേഷത്തിന് വേറൊരു മാനം നൽകി മനുഷ്യ മനസ്സുകളിൽ കത്തിക്കുക എന്നത് മാത്രമാണ് ഇത്തരം കാര്യങ്ങളുടെ ഉദ്ദേശം. അതിനപ്പുറത്ത് ഇതിന് യാതൊരു ഉദ്ദേശലക്ഷ്യവുമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുതെന്നും ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധാപൂർവം നോട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അള്ളാഹുവിനോടായാലും ശബരിമല ശാസ്താവിനോടായാലും അല്ലെങ്കിൽ വേറെന്തിനോടായാലും നീതി പുലർത്തേണ്ടത് തൻ്റെ ഔദ്യോഗിക ദൗത്യ നിർവഹണം ആ ദൈവികതയോടെയും മൂല്യങ്ങളോടെയും പൂർത്തിയാക്കിയാണ്, അല്ലാതെ കോമഡി ഷോയിലും ഫാൻസി ഡ്രസ്സിലും അല്ല.